എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. എങ്ങനെ ബിറ്റ്കോയിനിൽ SIP ചെയ്യാം, എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിനിൽ SIP ചെയ്യുന്നതിലൂടെ 2030 ആകുമ്പോഴേക്കും എങ്ങനെ നമുക്ക് റിട്ടയർ ആവാം, എത്രമാത്രം എമൗണ്ട് പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, SWP SIP കാൽക്കുലേഷൻ, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻസ് അറിഞ്ഞത് കൊണ്ട് മാത്രം ആയില്ലല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. മെയിനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ബേസിക്കലി SIP എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങുക എന്നുള്ളതാണ് അല്ലേ. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് ആണ് എന്നുണ്ടെങ്കിലും, മ്യൂച്വൽ ഫണ്ടാണ് എന്നുണ്ടെങ്കിലും, ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, എന്താണ് എന്നുണ്ടെങ്കിലും SIP എന്ന് പറയുന്നത് മന്ത്ലിയോ വീക്ക്ലിയോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതിനെയാണ് സിമ്പിളായിട്ട് SIP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്ന് വാങ്ങിക്കുന്നു, എങ്ങനെ വാങ്ങിക്കുന്നു എന്നതിൽ ഒരു പ്രസക്തിയില്ല. അപ്പോൾ ഓരോ ആളുകളും ചിലപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാം. ചിലരത് ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കും, ചിലരൊരു ബാറായിട്ട് വാങ്ങിക്കും, ചിലർ കോയിൻസ് ആയിട്ട് വാങ്ങിക്കും, ചിലപ്പോൾ അത് ചില ആളുകൾ ഇപ്പോൾ സോവറൈൻ ബോണ്ടുകൾ പോലുള്ള അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ SIP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ബിറ്റ്കോയിനും. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വീക്കും ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ളതാണ് SIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ ഒരു ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള അസറ്റ് ക്ലാസ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയൊരു അസറ്റ് ക്ലാസ് ആണ് അല്ലേ, പുതിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷമായി എന്നുണ്ടെങ്കിലും ഇപ്പോഴും കമ്പാരിറ്റീവ്ലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡും ഒക്കെ നോക്കുമ്പോൾ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇപ്പോഴും ബിറ്റ്കോയിൻ ഒരു അൺറെഗുലേറ്റഡ് കാറ്റഗറിയിലാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഓരോരോ രാജ്യങ്ങളും നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഈസിനെസ് ആണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 4 രീതികളാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മെജോറിറ്റി ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നത് ഇന്ത്യയിലുള്ള ആളുകളാണ് അല്ലേ, ഇന്ത്യൻ ഓഡിയൻസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം, അതേപോലെ തന്നെ ഒരു ഭൂരിഭാഗം മറ്റുള്ള ഭൂരിഭാഗം ആളുകൾ UAE നിന്നുള്ള ദുബായിൽ നിന്നുള്ള ആളുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ UAE നിന്ന് എങ്ങനെ വാങ്ങിക്കാം, അതേപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങിക്കാം, എങ്ങനെയാണ് ഞാൻ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക്. അതേപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ ഡെയിലി ക്രിപ്റ്റോ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ബിറ്റ്കോയിൻ വാങ്ങിക്കുക. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു, ഇന്ത്യയിൽ ഇപ്പോഴും ബിറ്റ്കോയിൻ ഒരു അൺറെഗുലേറ്റഡ് കാറ്റഗറിയിലാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകൾ ഒരിക്കലും ബിറ്റ്കോയിൻ വാങ്ങാനോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാനോ ഉപയോഗിക്കാതിരിക്കുക. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകളൊന്നും റെഗുലേറ്റഡ് അല്ല. അതായത് ഇപ്പോൾ US പോലെ ഒക്കെ ഒരു റെഗുലേറ്റഡ് ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടല്ല ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളും വളരെ ലോ വോളിയം ഉള്ള അല്ലെങ്കിൽ ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ഗ്രേ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ വസിറക്സ് പോലുള്ള ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ് ഹാക്ക് ചെയ്ത് പോയത്, ഒരുപാട് ആളുകളുടെ പൈസയാണ് പോയത്. അപ്പോൾ ഇന്ത്യയിലുള്ള എക്സ്ചേഞ്ചുകൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി ഭാവിയിൽ ഇന്ത്യയിൽ ഒരു സെബി പോലുള്ള ഒരു റെഗുലേറ്ററി ഏജൻസി കാര്യങ്ങളൊക്കെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചുകളൊക്കെ ഇന്ത്യയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അതുവരെയും നമ്മൾ ഇപ്പോൾ നിലവിൽ എപ്പോഴും റെക്കമെൻഡഡ് ഇൻ്റർനാഷണലി വലിയ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയൂംസ് ഉള്ള, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ടോപ്പ് 10 ലാർജസ്റ്റ് എക്സ്ചേഞ്ചിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക.
അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബൈനാൻസ്, കോയിൻ ബേസ്, ബൈബിറ്റ്, ബിങ് എക്സ്, ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ നല്ല എക്സ്ചേഞ്ചുകളാണ്. ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബൈനാൻസ് ആണ്. അപ്പോൾ ബൈനാൻസ് പോലുള്ള ഒരു എക്സ്ചേഞ്ചിൽ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് KYC കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളെല്ലാം ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് INR ഡെപ്പോസിറ്റ് ചെയ്യൽ പോസിബിൾ അല്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഇപ്പോൾ സെറോദ, അപ്സ്റ്റോക്സ് പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് ആപ്പുകളിൽ നമുക്ക് ഗൂഗിൾ പേ, IMPS ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് തന്നെ ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രോക്കേഴ്സും ഒക്കെ ഇന്ത്യയിലുള്ള എൻറ്റിറ്റി ആയത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ അവൈലബിൾ അല്ല. നമുക്ക് INR ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പകരം നമ്മൾക്ക് അവിടെ ഉള്ളൊരു ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് പിയർ ടു പിയർ ആയിട്ട് നമുക്ക് നമ്മുടെ INR കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത്തരത്തിലുള്ളൊരു എക്സ്ചേഞ്ചിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം P2P എന്നുള്ള ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള INR കൺവേർട്ട് ചെയ്തിട്ട് ഡോളറാക്കി മാറ്റുക. ഡോളർ എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്ന ഡോളർ USDT ആണ്. ഓക്കെ, അപ്പോൾ USDTയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ആ എക്സ്ചേഞ്ചിലുള്ള ട്രേഡിംഗ് ആയിട്ടുള്ള ഏത് കറൻസികളോ, ഇപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് ക്രിപ്റ്റോ കറൻസികളാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ട് എക്സ്ചേഞ്ചിൽ പോയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു P2P ഫീച്ചർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, USDT എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, ഇതൊക്കെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2-3 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും അല്ല വേറെ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ബൈനാൻസിൽ P2P യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് USDT വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത് എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ P2P ഉപയോഗിച്ചിട്ട് INR കൺവേർട്ട് ചെയ്തിട്ട് USDT ആക്കിയാൽ പിന്നെ നമ്മൾ ഈ ബൈനാൻസിൽ ഈ ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് ഈ സ്പോട്ട് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ ട്രേഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏത് കോയിൻ വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ USDT എന്ന് പറയുന്ന ഇതാണ് കോട്ട് കറൻസി, ഇതാണ് നമ്മൾ ബൈ ചെയ്യുന്ന കറൻസി BTC അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് 84,279 ആണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ബൈനാൻസ് അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇപ്പോൾ 77 USDT ഉണ്ട്. ഈ 77 USDT ഇമാജിൻ ഞാനിപ്പോൾ INR P2P വഴി കൺവേർട്ട് ചെയ്ത ഒരു എമൗണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു $10 ഇപ്പോൾ ഈ ബിറ്റ്കോയിൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ $10 കൊടുത്താൽ എനിക്ക് ഇത്രയും ബിറ്റ്കോയിൻ കിട്ടും അല്ലേ. അതായത് 0.0011 ബിറ്റ്കോയിൻ കിട്ടും. അപ്പോൾ ഞാൻ ബൈ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈ ഓർഡർ എക്സിക്യൂട്ടായി, ഇപ്പോൾ എൻ്റെ വാലറ്റിൽ ബിറ്റ്കോയിൻ ആയി അല്ലേ. ഞാൻ ആദ്യം അപ്പോൾ എൻ്റെ INR കൺവേർട്ട് ചെയ്തിട്ട് USDT ആക്കി, USDT ഈ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് ബിറ്റ്കോയിൻ ആക്കി കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞാനിവിടെ വാലറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എൻ്റെ ബിറ്റ്കോയിൻ ബാലൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള USDT 77 എന്നുള്ളത് മാറി 67 ആയി, കാരണം ഞാൻ $10 ബിറ്റ്കോയിൻ വാങ്ങിച്ചു. ബിറ്റ്കോയിൻ്റെ ബാലൻസ് $10, 0.00111362 ബിറ്റ്കോയിൻ ആണ് ഇപ്പോൾ എൻ്റെ ബൈനാൻസിലുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിറ്റ്കോയിൻ, നമ്മുടെ കയ്യിലുള്ള INR മാറ്റി ബിറ്റ്കോയിൻ ആക്കൽ. ഇനി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നമ്മൾ വാങ്ങിച്ച ബിറ്റ്കോയിൻ ഈ ബൈനാൻസിൽ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബൈനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾ ബൈനാൻസിനെ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബൈനാൻസിൽ തന്നെ നിങ്ങൾക്ക് ഈ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യാം, വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റുകൾ വാങ്ങി അതിലോട്ട് ബിറ്റ്കോയിൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഏറ്റവും റെക്കമെൻഡ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാലറ്റ് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നൊക്കെ അപ്പോൾ എല്ലാം ഒരു മാസം ഒരു $100 വെച്ച് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഇതേപോലെ P2Pയിലൂടെ നിങ്ങളുടെ INR കൺവേർട്ട് ചെയ്തിട്ട് USDT ആക്കുക, USDT കൺവേർട്ട് ചെയ്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുക. ആ ബിറ്റ്കോയിൻ ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ വാലറ്റിലോട്ട് മാറ്റുമ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അതിൻ്റെ കംപ്ലീറ്റ് കസ്റ്റഡിയും നമ്മൾക്കാണ് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഈ ഒരു ബൈനാൻസ് എക്സ്ചേഞ്ചിന് എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പോൾ റീസെൻ്റ്ലി എന്തെങ്കിലും ഹാക്കോ കാര്യങ്ങളോ സംഭവിച്ചു, അല്ലെങ്കിൽ ബൈനാൻസിനെതിരെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നു, അല്ലെങ്കിൽ ബൈനാൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ മെയിൻ്റനൻസ് കാരണം കൊണ്ട് വിഡ്രോവൽസ് ഒന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ബൈനാൻസിന് പകരം വേറെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം. നമ്മുടെ ബിറ്റ്കോയിൻ നമ്മുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എപ്പോഴും സെൽഫ് കസ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങിച്ച് അതിൽ ലോങ് ടേമിൽ സ്റ്റോർ ചെയ്യലാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ ഒരു ബിറ്റ്കോയിൻ ആണ് ഇപ്പോൾ മന്ത്ലി SIP ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും
ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ട് കൺവേർട്ട് ചെയ്യൽ, സെൻഡ് ചെയ്യൽ ഒരു നല്ല തീരുമാനമല്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു $50 എല്ലാ മാസവും ബിറ്റ്കോയിൻ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ $50 വർത്ത് ഓഫ് ബിറ്റ്കോയിൻ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ട് അയക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ $3-4 വരും. ഓക്കെ, അപ്പോൾ അത് എല്ലാ മാസവും സെൻഡ് ചെയ്യൽ, ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും സെൻഡ് ചെയ്യൽ കുറച്ച് എക്സ്പെൻസീവ് ആവും. അപ്പോൾ നമ്മളൊരു 6 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുക, അതൊരു വലിയൊരു എമൗണ്ട് ആവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ഹാർഡ്വെയർ വാലറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഹാർഡ്വെയർ വാലറ്റ്, എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ വാലറ്റ് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ് ബൈനാൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബിറ്റ്കോയിൻ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ട് അയക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു 3 പാർട്ട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ള ഒരു കാര്യത്തിലൊരു ക്ലാരിറ്റി എല്ലാവർക്കും വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ദുബായിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങിക്കാം. ഓക്കെ, ഇപ്പോൾ ദുബായിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മുന്നേ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ബിറ്റ്കോയിൻ P2P ആയിട്ട് വാങ്ങിക്കുന്നത് അതേ ഓപ്ഷൻ തന്നെ നിങ്ങൾ ദുബായിലാണ് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബൈനാൻസ് ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ രാജ്യത്തുള്ള ആളുകൾക്കും ബൈനാൻസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബൈനാൻസിലുള്ള ഈ ഒരു P2P ഫീച്ചറിൽ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇന്ത്യൻ കറൻസി ചൂസ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു USDT ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അപ്പോൾ നമുക്ക് ഡോളറിൻ്റെ ഈ ഒരു പ്രൈസ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ദുബായിലാണ് എന്നുണ്ടെങ്കിൽ AED സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ AEDയിലുള്ള കോട്ട് കാര്യങ്ങൾ കാണിക്കും, നമുക്ക് USDT വാങ്ങിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലോ ഖത്തറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാത് കറൻസികൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ UAEയിലാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇതേപോലെ P2P ചെയ്ത പോലെ നമ്മുടെ കയ്യിലുള്ള ദിർഹംസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ദിർഹംസ് കൺവേർട്ട് ചെയ്തിട്ട് ബൈനാൻസിലൂടെ USDT വാങ്ങിക്കുക. അതിനുശേഷം USDT കൊടുത്താൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ ബിറ്റ്കോയിൻ വാങ്ങുക. ആ ബിറ്റ്കോയിൻ വാങ്ങിയത് ഒന്നുകിൽ നിങ്ങൾക്ക് ബൈനാൻസിൽ തന്നെ കീപ്പ് ചെയ്യാം. ഇപ്പോൾ ബൈനാൻസ് ഒരു ദുബായ് ലീഗൽ എൻറ്റിറ്റിയാണ്. അത് കാരണം കൊണ്ട് ബൈനാൻസിൽ കീപ്പ് ചെയ്യൽ വലിയൊരു പ്രോബ്ലം ഇല്ലാത്ത ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ബൈനാൻസിൽ തന്നെ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഹാർഡ്വെയർ വാലറ്റുകളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒന്നാമത്തെ വഴി. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന വഴി. ഓക്കെ, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് UAEയിൽ ബൈനാൻസ് മാത്രമല്ല മറ്റുള്ള റെഗുലേറ്റഡ് എക്സ്ചേഞ്ചുകളും ഉണ്ട്. ഇപ്പോൾ UAEയിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ബിറ്റോയാസിസ്, M2 പോലുള്ള എക്സ്ചേഞ്ചുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് നമ്മുടെ ദുബായ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അതിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എങ്ങനെയാണ് പൈസ ഡയറക്റ്റായിട്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നത്, അതേപോലെ തന്നെ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറൊരാളുടെയും ഒരു സഹായം ഇല്ലാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ബിറ്റ്കോയിൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാം. ബിറ്റോയാസിസോ അല്ലെങ്കിൽ M2 പോലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ കമ്പാരിറ്റീവ്ലി ബൈനാൻസ് പോലെ വലിയൊരു എക്സ്ചേഞ്ച് അല്ല, അല്ലെങ്കിൽ വലിയൊരു വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചുകളോ ഒന്നുമല്ല. അതേപോലെ തന്നെ ഇതിൽ ട്രേഡ് ചെയ്യുന്ന പെയറുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ബിറ്റ്കോയിൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്യൂട്ടബിൾ ആണ്, വലിയൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ബൈനാൻസ് പോലെ അത്ര ഒരു വലിയൊരു എക്സ്ചേഞ്ച് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ നമുക്ക് UAE പോലുള്ള രാജ്യങ്ങളിൽ ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ സപ്പോർട്ടീവാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ സർവ പോലുള്ള ബറാക്ക പോലുള്ള US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സർവ അല്ലെങ്കിൽ ബറാക്ക പോലുള്ള ആപ്പുകളിലൂടെ നമുക്ക് US സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റും. US സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ETF-കൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വാങ്ങിക്കാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്ക് US-ൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ETF-കൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ETF-കൾ എന്ന് വെച്ച് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നതിന് പകരം US-ലുള്ള വലിയ വലിയ കസ്റ്റോഡിയൻസ്, ഇപ്പോൾ ബ്ലാക്ക് റോക്ക്, ഫിഡലിറ്റി ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ബിറ്റ്കോയിൻ ETF-കളുണ്ട്. അപ്പോൾ ETF വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള IBIT പോലുള്ള അല്ലെങ്കിൽ FBTC പോലുള്ള ETF-കൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പൈസ ദിർഹം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് US-ലുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റും, ETF-കൾ വാങ്ങിക്കാൻ പറ്റും, ബിറ്റ്കോയിൻ ETF വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ബിറ്റ്കോയിനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ബറാക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സർവേയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വെരിഫിക്കേഷൻ ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ETF വാങ്ങിക്കുക, വളരെ ഈസിയാണ്. ഓക്കെ,
ഇപ്പോൾ സർവേയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു സർവേ അല്ലെങ്കിൽ ബറാക്ക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് ആയിട്ട് $50 ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരുവിധം ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ് യു എയിലുള്ളത്. ഇപ്പോൾ സർവേ ആണ് എന്നുണ്ടെങ്കിൽ അബുദാബി ഗവൺമെൻറ്റിന് മുബാദലെല്ലാം ബാക്ക് ചെയ്യുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇത് ഒരുപാട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഇപ്പോൾ ബൈനാൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സർവേയിലും ബറാക്കയിലൂടെയും നമുക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹൗ ടു ബൈ ബിറ്റ്കോയിൻ ഫ്രം റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഈ ഇപ്പോൾ ഇന്ത്യയിലും അല്ല നിങ്ങൾ അല്ലെങ്കിൽ UAEയിലും അല്ല ബാക്കിയുള്ള രാജ്യങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാൻ സാധിക്കും. സോ നിങ്ങൾ ബിറ്റ്കോയിൻ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ US-ലോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ US-ലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ കാനഡയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണോ റെഗുലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉള്ളത് അതിലൂടെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് കോയിൻ ബേസ് എല്ലാം ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. ഈ ഒരു കോയിൻ ബേസിലൂടെ ബിറ്റ്കോയിൻ വാങ്ങിച്ചാൽ നമുക്ക് കുറേയൊക്കെ സേഫാണ്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു സ്റ്റോക്ക് ബ്രോക്കറിലൂടെ സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് അതേപോലെ തന്നെയാണ്. കാരണം കോയിൻ ബേസ് എല്ലാം റെഗുലേറ്റഡ് ആണ്. അപ്പോൾ കോയിൻ ബേസ് നിങ്ങളുടെ രാജ്യത്ത് റെഗുലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഈസി. ഇനി അതല്ല കോയിൻ ബേസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉപയോഗിക്കുക. നിങ്ങളൊരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങി അതിലോട്ട് സ്റ്റോർ ചെയ്യുക, എല്ലാ മാസവും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് ഏതാണോ ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർ അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് US-ൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ETF വാങ്ങാൻ അവർ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ETF നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബിറ്റ്കോയിൻ വാങ്ങാനുള്ള വിവിധ വഴികൾ. പല രാജ്യത്തുള്ള ആളുകൾക്ക് പല വഴികളായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത്തരത്തിലുള്ള വഴികളിലൂടെ ബിറ്റ്കോയിൻ വാങ്ങിക്കുക. ഇനി ഏതാണ് ഞാൻ ചൂസ് ചെയ്യുന്ന വഴി, ഞാൻ എങ്ങനെയാണ് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ 2017 മുതൽക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. ഞാൻ അന്നും ഇന്നും ഒരേ എക്സ്ചേഞ്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബൈനാൻസിലൂടെ ഞാൻ P2P ആയിട്ട് പിയർ ടു ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള ദിർഹംസ് കൊടുത്തിട്ട് P2P വഴി USDT വാങ്ങിക്കും. അതിനുശേഷം ഞാൻ ബിറ്റ്കോയിൻ ആക്കി അത് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്ത ബിറ്റ്കോയിൻ ഞാൻ ഇതേപോലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റ്, ഞാൻ 2017 മുതൽക്ക് യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ വാലറ്റാണ് ട്രസറിൻ്റെ മോഡൽ 1. വെറും $49 ട്രസർ മോഡൽ 1-നുള്ള. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലാണ് ഞാൻ ബിറ്റ്കോയിൻ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ടാൻജം പോലുള്ള വാലറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് ഹാർഡ്വെയർ വാലറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ബിറ്റ്കോയിൻ ഒരിക്കലും എക്സ്ചേഞ്ചിൽ കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ബൈനാൻസ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഇപ്പോഴും ഞാൻ ഈ ഒരു ബൈനാൻസിൽ ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇപ്പോൾ വാങ്ങിച്ച $10 ബിറ്റ്കോയിൻ മാത്രമാണ് അതിനകത്തുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ബിറ്റ്കോയിനും ഞാൻ ഹാർഡ്വെയർ വാലറ്റുകളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനർത്ഥം എക്സ്ചേഞ്ചുകളിന് ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിക്കാത്തത് കാരണം കൊണ്ടല്ല, പകരം ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ വാലറ്റിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പീസ്ഫുള്ളാണ്. അതായത് ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളിൽ എന്ത് സംഭവിക്കുന്നു, ഇനി എക്സ്ചേഞ്ച് നാളെ ഹാക്ക് ആവുമോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നാളെ എന്തെങ്കിലും വിഡ്രോവലോ കാര്യങ്ങളോ ബ്ലോക്ക് ആവുമോ, അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബിറ്റ്കോയിൻ വാങ്ങിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുക, ഹാർഡ്വെയർ വാലറ്റിലോട്ട് സ്റ്റോർ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 വർഷം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ള ഒരേ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.